തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൻ പൊട്ടിത്തെറി. വർഷങ്ങളായി തന്നെ ഒരുമിച്ച് നിന്നിരുന്ന DMK കോൺഗ്രസ് സഖ്യം തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങുകയാണ്. തമിഴക വെട്രി കഴകം ഭരണം പിടിച്ചതോടുകൂടി തന്നെ സ്റ്റാലിൻ ചിത്രത്തിൽ നിന്നും പുറത്താകുകയും അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ നിന്ന് പോലും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതോടൊപ്പം തന്നെ സർക്കാർ രൂപീകരണത്തിന്റെ ഭാഗമായി സ്റ്റാലിനൊപ്പം നിന്ന കോൺഗ്രസ് പാർട്ടി വിജയ്ക്കൊപ്പം ചേർന്നതിലും അമർഷം ഇപ്പോൾ വലിയ രീതിയിൽ പുകയുകയാണ്. ഒരു മാസം മുൻപ് വളരെ ശക്തമായ രാഷ്ട്രീയ കൂട്ടുകെട്ടായി നിന്നിരുന്ന ഇരു പാർട്ടികളും ഇപ്പോൾ പരസ്യ ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുകയാണ്. നടൻ വിജയുടെ തമിഴക വെട്രി കഴകം തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ മാറിമറിഞ്ഞിരിക്കുന്നത്. ചെന്നൈയിൽ നടന്ന DMK യുവജന വിഭാഗം യോഗത്തിൽ സംസാരിക്കവേ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. 20 വർഷത്തിലേറെയായി തന്നെ കോൺഗ്രസ് നമ്മുടെ പുറത്തു കയറി സവാരി നടത്തുകയായിരുന്നു. ഇന്ന് അവർക്ക് നമ്മുടെ പുറകിൽ കുത്തിയിരിക്കുന്നു. ഇനി ഒരിക്കലും കോൺഗ്രസിനെ വിശ്വസിക്കരുതെന്നും അവരെ നമ്മുടെ അടുത്തേക്ക് പോലും അടുപ്പിക്കരുത് എന്നതായിരുന്നു ഉദയനിധിയുടെ പ്രസ്താവന. ഇതാകട്ടെ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. DMK നേതൃത്വത്തിന്റെ ഈ കടുത്ത നിലപാട് കോൺഗ്രസ് ക്യാമ്പിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സഖ്യത്തിനുള്ളിൽ നീണ്ട നാളുകളായി തന്നെ നിലനിന്നിരുന്ന അസന്തോഷങ്ങളാണ് ഇപ്പോൾ പരസ്യ യുദ്ധമായി തന്നെ മാറിയിരിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം വിജയുടെ രാഷ്ട്രീയ ഉയർച്ചയാണ് നാട്ടിലെ പഴയ മുന്നണി രാഷ്ട്രീയത്തെ പൂർണ്ണമായും തന്നെ തകർത്തതെന്ന ചർച്ചയും ഇവിടെ ശക്തമാകുന്നുണ്ട്. യുവ വോട്ടർമാരുടെ വലിയ പിന്തുണ തമിഴക വെട്രി കഴകത്തിന് ലഭിച്ചതോടുകൂടി തന്നെ DMKയും കോൺഗ്രസിനും വലിയ തിരിച്ചടി ഉണ്ടായി എന്നതാണ് റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ കൂട്ടുകെട്ടുകളും വമ്പൻ രാഷ്ട്രീയ മാറ്റങ്ങളും ഇനി ഉണ്ടായേക്കുമോ എന്നതാണ് രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി തന്നെ മാറുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയുടെ TVK സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് പിന്തുണ നൽകിയതാണ് DMK ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് അതേപോലെ തന്നെ CPI, CPM, VCK എന്നീ പാർട്ടികളും വിജയ്ക്ക് പിന്തുണ അറിയിച്ചിരുന്നു. അതേപോലെ തന്നെ MK സ്റ്റാലിന്റെ അനുമതിയോടെയാണ് DMKയുടെ മുൻ സഖ്യകക്ഷികൾ വിജയിയെ പിന്തുണച്ചതെന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് മാത്രം തങ്ങളുടെ അനുഭവം വലിയ രീതിയിൽ ആ ഒരു അനുവാദം വാങ്ങാതെ തന്നെ ഏകപക്ഷീയമായി പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ഉദയനിധിയെ കൂടുതലായി തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഉദയനിധിയുടെ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിലായിരുന്നു കോൺഗ്രസ് നേതാവ് മറുപടി നൽകിയിരിക്കുന്നത്. DMKക്ക് ന്യൂനപക്ഷ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ പോലും അവർ ഞങ്ങൾക്കൊപ്പം തന്നെ ഉറച്ചു നിന്നുവെന്നും BJPയുമായി സഖ്യമുണ്ടാക്കാൻ DMK നീക്കം നടത്തുന്നതായി തന്നെ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അതിനെ എതിർത്തതെന്നും BJPയുമായുള്ള ഒരു ഒത്തുകളിക്കും കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന നിലപാടാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന അങ്ങേയറ്റം ദൗർഭാഗ്യകരവും അംഗീകരിക്കാനാകാത്തതുമാണ് എന്നതാണ് ഇയാൾ ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ BJP ദേശീയ തലത്തിൽ തുടർച്ചയായി തന്നെ ജയിച്ചു കയറുന്നതിന് കോൺഗ്രസിന്റെ വീഴ്ച കൊണ്ടല്ല മറിച്ച് DMKയുടെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ് എന്നും ഉദയനിധി ഇവിടെ ആരോപണം ഉന്നയിച്ചു. തങ്ങളുടെ പ്രവർത്തകരുടെ ചോരയും വിയർപ്പും കൊണ്ടാണ് കോൺഗ്രസ് 5 സീറ്റുകൾ ഇവിടെ ലഭിച്ചതെന്നും വിജയിച്ച ഉടനെ തന്നെ അവർ അധികാരത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള ചതിക്കുഴികൾ വെട്ടുകയായിരുന്നു ഇവിടെ ചെയ്തിരിക്കുന്നതെന്നതാണ് കുറ്റപ്പെടുത്തലായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.